കേരള രാഷ്ട്രീയത്തിൽ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറെ പുതുമയുള്ള കാര്യമൊന്നുമില്ല. നിരവധി നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിക്കുകയും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ആനുകൂല്യത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് ജോസ് കെ മാണി. കെ എം മാണി തൻ്റെ മകനായ ജോസ് കെ മാണിയെ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടായിരുന്ന ജോലി രാജിവെപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവന്നത് 2003-ലാണ്. തുടർന്ന് 2004 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൻ്റെ മകനെ അദ്ദേഹം മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി മത്സരത്തിനിറക്കിയെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്ന് PC തോമസ് BJP പിന്തുണയോടുകൂടി മത്സരിച്ച മൂവാറ്റുപുഴയുടെ സിറ്റിംഗ് MP ആയിരുന്ന PC തോമസ് വിജയിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. UDF സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുകയായിരുന്നു. തുടർന്ന് 2009 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കെ എം മാണി തൻ്റെ മകനായ ജോസ് കെ മാണിയെ പുനർനിർണയിക്കപ്പെട്ട കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. 2014 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ നിന്ന് 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ ജോസ് കെ മാണിക്ക് സാധിച്ചു. പിന്നീട് അദ്ദേഹം രാജ്യസഭയിലേക്ക് ചുവടുമാറി. ഇപ്പോൾ രാജ്യസഭയിൽ തൻ്റെ 2ാം ടേമിലാണ് ജോസ് കെ മാണി ഇപ്പോൾ ഉള്ളത്. ഏതൊക്കെയാണെങ്കിലും കെ എം മാണിയുടെ മരണശേഷം മാണി അതുവരെയും പ്രതിനിധീകരിച്ചിരുന്ന മാണി മരണം വരെയും പ്രതിനിധീകരിച്ചിരുന്ന UDF രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി പിളരുകയും ജോസിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുകയും ചെയ്തു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വിജയമുണ്ടായെങ്കിലും അധികാരത്തിൻ്റെ പങ്കുപറ്റുവാൻ നേതാക്കൾക്ക് സാധിച്ചുവെങ്കിലും ജോസ് കെ മാണി ജനകീയ കോടതിയിൽ പരാജയപ്പെട്ടു പോകുകയായിരുന്നു. മാണിയുടെ തട്ടകമായ പാല മാണി സി കാപ്പനിൽ നിന്ന് തിരികെ പിടിക്കുവാൻ അന്ന് 2021 മത്സരത്തിനിറങ്ങിയ ജോസ് കെ മാണി ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. തുടർന്ന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ജോസ് കെ മാണി പാലായിൽ നിന്ന് പരാജയപ്പെട്ടു പോകുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പാലായുമായി ചേർന്ന് കിടക്കുന്ന മറ്റു മണ്ഡലങ്ങളിലെ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകങ്ങളായി ആളുകൾ വിലയിരുത്തപ്പെടുന്ന നേതാക്കളുടെ വിജയവും ജോസ് കെ മാണിയുടെ പരാജയവുമായി ഒരു താരതമ്യം നടത്തുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പാലാ നിയമസഭാ നിയോജക മണ്ഡലവുമായി അതിര് പങ്കിടുന്ന 3 നിയോജക മണ്ഡലങ്ങളാണ് തൊടുപുഴയും പിറവവും പുതുപ്പള്ളിയും. ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ളത് തങ്ങളുടെ പിതാക്കന്മാരുടെ പാതയിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയും വിജയകരമായി ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള യുവ നേതാക്കളാണ്. തൊടുപുഴയിൽ നിന്ന് PJ ജോസഫിൻ്റെ മകനായ അബു ജോസഫ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുമ്പോൾ പിറവത്ത് നിന്ന് അനൂപ് ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഇത് 4ാം വട്ടമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. TN ജേക്കബിൻ്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ്, പിന്നീട് 2016 നടന്ന പൊതുതെരഞ്ഞെടുപ്പ്, 2021 26 നടന്ന പൊതുതെരഞ്ഞെടുപ്പുകളിലും തൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിച്ചു കയറുവാൻ തുടർച്ചയായി അനൂപിന് സാധിച്ചിട്ടുണ്ട്. ഇനി പുതുപ്പള്ളിയിലേക്ക് എത്തിയാൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിനായിരുന്നു. ആ റെക്കോർഡും തിരുത്തിക്കൊണ്ട് 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത്. അങ്ങനെ തൻ്റെ ചുറ്റുപാടും തൻ്റെ സമീപ മണ്ഡലങ്ങളിലുള്ള മക്കൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള നേതാക്കൾ വിജയിച്ചു കയറുമ്പോൾ ജോസ് കെ മാണി എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മറ്റു 3 നേതാക്കളെ നോക്കിയാലും അവരും ജോസ് കെ മാണിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ജനകീയത തന്നെയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ദാസ്യനായി പ്രവർത്തിക്കുവാനുള്ള ഒരു മനോഭാവം പ്രകടിപ്പിക്കുന്നവരാണ് അബു ജോസഫും അനൂപ് ജേക്കബും ചാണ്ടി ഉമ്മനുമെങ്കിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാലായുടെ ജനാധിപത്യ പ്രാതിനിധ്യം തൻ്റെ കുടുംബത്തിൻ്റെ കുത്തക അവകാശമാണ് എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത്. അതായത് പാലായുടെ ജനപ്രതിനിധിയായി എത്തേണ്ടത് കെ എം മാണിയുടെ മകനാണ് എന്ന താൻ പോരിമ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ അംഗീകരിക്കുവാൻ പാലായിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് ജോസിൻ്റെ പരാജയത്തിനുള്ള ആദ്യ കാരണം. രണ്ടാമതായി ജോസ് കെ മാണിയുടെ ആക്രാന്തം നിറഞ്ഞ രാഷ്ട്രീയ ശൈലി തുടർച്ചയായ പരാജയങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയെപ്പോലും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നുവെന്നും വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അതായത് ലോക്സഭാ അംഗമായിരിക്കെയാണ് UDFിലേക്ക് മടങ്ങി വന്നതിൻ്റെ ഭാഗമായി ലഭിച്ച രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണി ഏറ്റെടുക്കുന്നത്. തുടർന്ന് 1 വർഷക്കാലം കോട്ടയത്തിന് ഒരു പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഒരു പ്രതിനിധി ഇല്ലാതിരിക്കുന്ന സാഹചര്യം ജോസ് കെ മാണി സൃഷ്ടിച്ചെടുക്കുന്നു. അതിനുശേഷം രാജ്യസഭയിൽ അംഗത്വമുണ്ടായിരുന്ന ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായി രാജ്യസഭാ അംഗത്വം രാജിവെക്കുന്നു.
ഇവിടെയും നമ്മൾ ഓർക്കണം, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫായിട്ടുള്ളൊരു ബെറ്റായിരുന്നു. കാരണം ഇടതുപക്ഷത്തിന് കൃത്യമായ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയെങ്കിലും രാജ്യസഭയിലേക്ക് വീണ്ടും പോകാമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് അന്ന് 2021 അദ്ദേഹം രാജ്യസഭ രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇറങ്ങിയത്. കേരളമെമ്പാടും ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോഴാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് പാലായിൽ നിന്ന് പക്ഷേ അദ്ദേഹം മാണി സി കാപ്പനോട് പരാജയപ്പെട്ടത്. തുടർന്ന് പരാജയശേഷം രാജ്യസഭയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്ന് CPM-ൽ നിന്ന് വാശി പിടിച്ച് വിലപേശി വാങ്ങിയ രാജ്യസഭയിലെ തുടർ അവസരം നിലനിർത്തിക്കൊണ്ടാണ്, അതായത് രാജ്യസഭ MP ആയിരിക്കെ തന്നെയാണ് ജോസ് കെ മാണി 2026 മത്സരിക്കുവാൻ ഇറങ്ങിയത്. ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ ഒരു ആധിപത്യം ഇല്ലാത്ത സ്ഥിതിയിലും UDF-ന് കൃത്യമായ മേൽക്കോയ്മ ഉണ്ടായിരുന്ന സാഹചര്യത്തിലും പരാജയപ്പെട്ടു പോയാൽ സ്ഥാനമാനങ്ങൾ ഇല്ലാതാവരുത് എന്ന നിർബന്ധ ബുദ്ധി ജോസ് കെ മാണിക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ 2021 നിന്ന് വ്യത്യസ്തമായി രാജ്യസഭാ MP പദവി രാജിവെക്കാതെയാണ് അദ്ദേഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയത്. ജനങ്ങൾ നോക്കുമ്പോൾ ഒരു പദവിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു പദവി ആഗ്രഹിക്കുന്ന ആക്രാന്ത രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ജോസ് കെ മാണി മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനകീയ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കാതെ വരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇനി മൂന്നാമതായി ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ അല്പത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു പൊതുബോധം പാലായിലെയും കേരളത്തിലെയും ജനങ്ങളുടെ മനസ്സിൽ രൂപീകൃതമായിട്ടുണ്ട്. അതായത് തൻ്റെ പിതാവായ KM മാണിയെ കള്ളനെന്നും കൊള്ളക്കാരനെന്നും ബാർക്കോഴക്കാരനെന്നും അധിക്ഷേപിച്ച, മാണിക്ക് വേണ്ടി പിച്ച തെണ്ടി പണം സമാഹരിച്ച് അത് മണി ഓർഡറായി അയച്ചു നൽകി അപമാനിച്ച ഒരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ജോസ് കെ മാണി UDF-നെ തള്ളിപ്പറഞ്ഞതും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിൻ്റെ ആ ഒരു സ്വാദ് ആസ്വദിക്കുവാനായി ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിൽ എത്തിച്ചേർന്നതും. ഈ ഒരു രാഷ്ട്രീയ പാപ്പരത്വം അംഗീകരിച്ചു കൊടുക്കുവാൻ പാലായിലെ അഭിമാനികളായ വോട്ടർമാർക്ക് സാധിക്കാത്തതുകൊണ്ടും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ടും അവർക്കിടയിൽ ജോസ് കെ മാണിയോട് ശക്തമായ അമർഷം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ജോസ് കെ മാണിയുടെ പരിഹാസ്യമായിട്ടുള്ള രാഷ്ട്രീയ ശൈലികൾ കൂടി അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. PJ ജോസഫിൻ്റെ മകൻ അബു ജോസഫ് ആണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണെങ്കിലും TN ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് ആണെങ്കിലും തങ്ങളുടെ പിതാവിനെ തങ്ങളുടെ പിതാവെന്ന നിലയിൽ അവർ വിശേഷിപ്പിക്കുന്ന അപ്പ, അച്ഛൻ, പപ്പ എന്നീ അല്ലെങ്കിൽ അപ്പച്ചൻ എന്നീ പദപ്രയോഗങ്ങൾ കൊണ്ടാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ആ പിതാക്കന്മാരെക്കുറിച്ച് അവർ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും സംസാരിക്കാറുള്ളത്. എന്നാൽ ജോസ് കെ മാണി തൻ്റെ പിതാവായ KM മാണിയെ KM മാണി സാർ അല്ലെങ്കിൽ മാണി സാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആളുകളോട് സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ജോസ് കെ മാണിയുടെ പരിഹാസ്യമായിട്ടുള്ള രാഷ്ട്രീയ ശൈലി പോലും ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ അതിപ്രസരം രാഷ്ട്രീയ രംഗത്ത് നിലനിർത്തുവാൻ ജോസ് കെ മാണി എല്ലാ ഘട്ടത്തിലും ശ്രമിക്കാറുണ്ട്. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി കടന്നു വരുന്നവരാരും തന്നെ തൻ്റെ ഭാര്യയോ മക്കളെയോ സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതൊരു കുടുംബാധിപത്യ പ്രസ്ഥാനമാണ് എന്നൊരു ഫീൽ ജനങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നവരല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളായ അബു ജോസഫും അനൂപ് ജേക്കബും ചാണ്ടി ഉമ്മനുമെല്ലാം ഇക്കാര്യത്തിൽ മാതൃകായോഗ്യമായിട്ടുള്ള നിലപാടുകൾ പിന്തുടരുന്നവരാണ്. ചാണ്ടി ഉമ്മൻ്റെ കാര്യമെടുത്താൽ തൻ്റെ സഹോദരിമാരിൽ ആരെങ്കിലും മത്സരരംഗത്തേക്ക് വരും എന്നൊരു ആലോചന കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായപ്പോൾ തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ താൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുവാൻ സന്നദ്ധനാണ് എന്ന നിലപാട് സ്വീകരിച്ച് ആ ആദർശം മുറുകെ പിടിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ചാണ്ടി ഉമ്മൻ. എന്നാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരായി കളത്തിലിറങ്ങുന്നത് പലപ്പോഴും ഭാര്യയും മകനുമൊക്കെയാണ്. പാർട്ടി നേതാക്കളെക്കാൾ കൂടുതൽ ഭാര്യയെയും മകനെയും ആശ്രയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ജോസ് കെ മാണിയുടെ ഈ ശൈലിയോടും ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ പിതാവിൻ്റെ ലേബലിൽ മറ്റ് മക്കൾക്ക് വിജയിച്ചു കയറുവാൻ സാധിക്കുമ്പോഴും പിതാവിൻ്റെ രാഷ്ട്രീയത്തെ തമസ്കരിച്ച, പിതാവിനെ സാറെന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങളെപ്പോലും പരിഹസിക്കുന്ന കുടുംബാധിപത്യത്തിൻ്റെ ഒരു അവകാശമാണ് പാലായുടെ ജനപ്രതിനിധി സ്ഥാനം എന്ന് വിശ്വസിക്കുന്ന മകനെയും ഭാര്യയെയും കളത്തിലിറക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തി കുടുംബത്തിനുള്ളിൽ തന്നെ എല്ലാ അധികാരങ്ങളും നിലനിർത്തുവാൻ ശ്രമിക്കുന്ന ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശൈലി തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വിഭിന്നനാക്കുന്നതും തുടർച്ചയായ പരാജയങ്ങളിലേക്ക് തള്ളിവിടുന്നതും. ഈ താരതമ്യം പ്രേക്ഷകർക്കായി സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.